ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ അഞ്ജലി ജിതേഷ്. നമ്മൾ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും ഉപയോഗപ്രദമായ ഒന്ന് രണ്ട് ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിൽ ആദ്യമായിട്ട് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് നമുക്ക് ആധാർ എങ്ങനെ വീട്ടിലിരുന്ന് അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഞാൻ ചെയ്ത ഒരു അഡ്രസ് ചേഞ്ച് ചെയ്തതിൻ്റെ ഒരു വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് നോക്കി നല്ലപോലെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് കയ്യിൽ ഒരു മൊബൈൽ, ഒരു സ്മാർട്ട് ഫോണും അതിനൊരു ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. ബയോമെട്രിക് ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ഫോട്ടോ, ഫിംഗർ പ്രിൻറ്റ്സ്, മെയിൽ ID അങ്ങനെയൊക്കെ ഉള്ള ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് നേരിട്ട് ആധാർ സെൻറ്ററിൽ, അക്ഷയ സെൻറ്ററിൽ പോകേണ്ടി വരും. പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അഡ്രസ് ഇവ ഇത്രയും മാറ്റാൻ വേണ്ടി നമുക്ക് ഓൺലൈനായി തന്നെ ചെയ്യാൻ സാധിക്കും. ഇതിനായിട്ട് നമുക്ക് ബേസിക് ആയിട്ടും ആദ്യം കരുതി വെക്കേണ്ട എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ്, അതായത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ട്, അതെല്ലാം എടുത്തു വെക്കണം. ആദ്യമായി നമുക്ക് അപ്ഡേറ്റ് ആധാർ കാർഡ് ഓൺലൈൻ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അതെടുത്തു കഴിഞ്ഞാൽ അപ്ഡേറ്റ് അഡ്രസ് ഇൻ യുവർ ആധാർ, അതിൽ അപ്ഡേറ്റ് ഡെമോഗ്രാഫിക്സ് ഡേറ്റ ആൻഡ് ചെക്ക് സ്റ്റാറ്റസ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആധാറിന്റെ ലോഗിൻ പേജിലേക്ക് പോവാം. അവിടെ ലോഗിൻ ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആധാറിലുള്ള നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കും. അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്യാപ്ച ചെക്ക്, അതായത് നമ്മളെ കുറച്ച് ക്യാരക്ടേഴ്സും നമ്പേഴ്സും കൂടെ ആയിട്ടൊരു ഫീൽഡിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അത് താഴെ അതുപോലെ അതുപോലെ എൻ്റർ ചെയ്യാം. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. സെൻഡ് OTP ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നമ്പറിലേക്ക് OTP വരും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാപ്ച എൻ്റർ ചെയ്യുമ്പോൾ പലപ്പോഴും മിസ്റ്റേക്കുകൾ വരാം. അവർ ക്യാപിറ്റലും സ്മോൾ ലെറ്ററും ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചിലപ്പോൾ സമയത്ത് ബുദ്ധിമുട്ടായിരിക്കാം. അതിന് സൈഡിലൊരു റിഫ്രഷ് ബട്ടൺ ഉണ്ട്, ഒരു സർക്കിൾ ഇതിലും ആരോ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ളത് ചിലപ്പോൾ കിട്ടും. അതല്ല, തെറ്റിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും മാച്ച് അല്ലാന്ന് കാണിക്കും. ക്യാപ്ച ഡസൻ മാച്ച് കാണിക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടെ ന്യൂ ക്യാപ്ച കിട്ടും. അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഫൈനലി നമുക്ക് OTP കിട്ടിക്കഴിഞ്ഞാൽ അത് താഴെ എൻ്റർ ചെയ്യാൻ ഒരു OTP ജനറേഷൻ സക്സസ്ഫുൾ കാണിക്കും. നമ്മുടെ നമ്പറിലേക്ക് OTP വരും. ആ OTP നമ്പർ താഴെ ഒരു ഫീൽഡ് വരും, അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. ലോഗിൻ ചെയ്യാനായിട്ട് ലോഗിൻ കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ഹോം പേജിലേക്ക് പോവാം. ഇത്രയുമാണ് ബേസിക് ആയിട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മുടെ ഹോം പേജിൽ എത്തിക്കഴിഞ്ഞാൽ ഡൗൺലോഡ് ആധാർ കുറച്ച് ഓപ്ഷൻസ് അവിടെ കാണാം. അതിൽ ഓൺലൈൻ അപ്ഡേറ്റ് സർവീസസ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ് ആധാർ ഓൺലൈൻ, വീണ്ടും അടുത്ത പേജിലേക്ക് പോകും. അപ്ഡേറ്റ് ആധാർ ഓൺലൈൻ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് എന്തൊക്കെയാണ് ഈ പേജിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതാണ് അവിടെ കാണിക്കുന്നത്. ഈ പോർട്ടൽ വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നെയിം കറക്ഷൻ, മൈനർ ആയിട്ടുള്ള ചേഞ്ചസ്. ഞാൻ എൻ്റെ നെയിം കറക്ഷൻ ചെയ്തിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ നെയിം കൂടെ ആഡ് ചെയ്ത് സർനെയിമായിട്ട് കൊടുക്കാൻ വേണ്ടി ചെയ്തിരുന്നു. അത് മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് അപ്ലോഡ് ചെയ്ത സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്. അത് കണക്കെ തന്നെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ചെറിയ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ അഡ്രസ് ചേഞ്ച് കൊടുക്കാം. അതാണ് ജെൻഡർ ചേഞ്ച് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും ഇതിൽ തന്നെ ഉണ്ട്. അതിന് ട്രാൻസ്ജെൻഡേഴ്സിനാണെങ്കിൽ ID കാർഡ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അത് നോക്കിയിട്ട് ആദ്യം തന്നെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത് അത് കയ്യിൽ കരുതാം. ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്, നമുക്കിത് ഒരു 50 റുപ്പീസ് ഇതിന്റെ പേയ്മെന്റ് വരുന്നത്. അത് നമുക്ക് ഓൺലൈനായി തന്നെ ചെയ്യാം. അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്കൊരു ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണ്ടത് അഡ്രസ് ചേഞ്ച് ആണ്. ഇപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ളത് അവിടെ ഓപ്ഷനിൽ കാണിക്കുന്ന ഏതൊക്കെ ഫീൽഡ് ചേഞ്ച് ചെയ്യണം ആ ഫീൽഡ് എല്ലാം സെലക്ട് ചെയ്യണം. നെയിമും അഡ്രസ് ഉണ്ടെങ്കിൽ നെയിമും അഡ്രസ് സെലക്ട് ചെയ്യുക. അഡ്രസ് മാത്രം അല്ലെങ്കിൽ അഡ്രസ്. ഞാനിത് എൻ്റെ മകന്റെ ആധാറാണ് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അഡ്രസ് ആയിരുന്നു എനിക്ക് ചേഞ്ച് ചെയ്യാനുള്ളത്. എന്നിട്ട് പ്രൊസീഡ് ടു അപ്ഡേറ്റ് ആധാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോകും. ഓക്കെ, അതിൽ നമുക്ക് കറണ്ട് അഡ്രസ് അത് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ആവും. നമ്മുടെ ഒറിജിനൽ ആധാറിലുള്ള അഡ്രസ് ഏതാണോ അത് അവിടെ ജനറേറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട അഡ്രസ് ഏതാണെന്ന് കൊടുക്കാം. ഇപ്പൊ മൈനർ ആണെങ്കിൽ നമുക്ക് കെയർ ഓഫ്, ഇപ്പൊ നമ്മുടെ അല്ലെങ്കിൽ പേരൻസിന്റെ കെയർ ഓഫിലുള്ള അഡ്രസ് ആണെങ്കിൽ, സ്വന്തമായിട്ടുള്ള അഡ്രസ് അല്ലെങ്കിൽ ആ കെയർ ഓഫിന്റെ അവിടെ ഇപ്പൊ സൺ ആണെങ്കിൽ സൺ ഓഫ് S/O, ഡോട്ടർ ഓഫ് D/O, വൈഫ് ഓഫ് W/O അങ്ങനെ പറഞ്ഞ് കൊടുക്കാം. എനിക്ക് ആദ്യം ഒരു മിസ്റ്റേക്ക് പറ്റിയായിരുന്നു. ഞാൻ എൻ്റെ മകൻ്റെത് ഡയറക്റ്റ് ഹസ്ബൻഡിന്റെ നെയിമാണ് കെയർ ഓഫ് അവിടെ ഉള്ളത് കൊണ്ട് നെയിം തന്നെ കൊടുത്തു. പക്ഷെ അത് പിന്നീട് ആ നെയിം മാത്രമേ കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാനത് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഓക്കെ, പിന്നീട് നമുക്ക് ഹൗസ്, ബിൽഡിംഗ്, അപ്പാർട്ട്മെന്റ്,
നെയിം, സ്ട്രീറ്റ് നെയിം, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അഡ്രസ്സിൽ ഏതൊക്കെ ഫീൽഡ് കൊടുക്കാവോ അങ്ങനെയെല്ലാം കൊടുക്കാം. പിന്നീട് പിൻകോഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, വില്ലേജ്, ടൗൺ, സിറ്റി എല്ലാം ഓട്ടോ ജനറേറ്റ് ചെയ്യും. ആ പിൻകോഡിനെ വെച്ചിട്ട് തന്നെ അവർ തന്നെ എടുത്ത് വന്നോളും. പിന്നീട് ഒരു കാര്യം, ഇതിപ്പോൾ എൻ്റെ മകൻ്റെ ഫില്ല് ചെയ്യുന്ന ടൈമിൽ ഇംഗ്ലീഷ് മാത്രമേ എൻ്റെ ഡിസ്പ്ലേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ഓരോ ഫീൽഡും 2 വട്ടം കാണിക്കുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതെന്തെന്ന് വെച്ചാൽ ആദ്യം അവിടെ മലയാളമായിരുന്നു. എൻ്റെ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് എല്ലാം മലയാളത്തിൽ വന്നിരുന്നു. നമ്മുടെ ആധാർ എടുത്ത് നോക്കിയാലും കാണാം മലയാളത്തിൽ കാണുന്നത്. പക്ഷെ ഇപ്പം ഇംഗ്ലീഷ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഞാൻ അത് കൊടുത്തു. ഈ കാണുന്ന ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് അവർ ആവശ്യപ്പെടുന്നത്. ഈ ഡോക്യുമെന്റ്സിൽ മാക്സിമം 2 MB ഫയൽ സൈസുള്ള ഡോക്യുമെന്റ്സ് ആണ് നമുക്കിതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യമായിട്ട് നമുക്കതിൽ നമ്മുടെ ഫോണിൽ തന്നെ സ്കാനർ ആപ്സ് അവൈലബിൾ ഉണ്ട്. ഡോഗ് സ്കാനർ, ക്യാം സ്കാനർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കാനേഴ്സ് അവൈലബിൾ ഉണ്ട്. അതെടുത്ത് നമ്മുടെ ഡോക്യുമെന്റ്, നമ്മുടെ കൈവശമുള്ള ഡോക്യുമെന്റിന്റെ അതെടുത്ത് നമുക്ക് സ്കാൻ ചെയ്ത് ഇതിലേക്ക് കയറ്റാൻ പറ്റുന്നതാണ്. നമ്മുടെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടത് അത് നമ്മുടെ ഫോണിൽ സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഈ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ സ്കൂൾ ID കാർഡ് അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പോൾ മെയിനായിട്ടും അവർ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ UIDAI സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഇഷ്യൂഡ് ബൈ റെക്കഗ്നൈസ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സൈൻഡ് ബൈ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ സ്കൂൾ ID കാർഡ് ആയിരിക്കും ബെറ്റർ, വാലിഡ് ആയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്. അവിടെയും എനിക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ സൺ ഓഫ് എന്ന് വെച്ചിട്ടുണ്ടായിരുന്ന കാരണം ഞങ്ങളുടെ അഡ്രസ് പ്രൂഫ് തന്നെയാണ് കൊടുത്തിരുന്നത്. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് റിന്യൂ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് നമുക്ക് അഡ്രസ് പ്രൂഫായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ്, ഇലക്ട്രിസിറ്റി ബിൽ, ഗ്യാസ് കണക്ഷൻ ബിൽ, റെന്റൽ എഗ്രിമെന്റ് അല്ലെങ്കിൽ സെയിൽ എഗ്രിമെന്റ്, അങ്ങനെ അനേകം ഓപ്ഷൻസ് ഇതിൽ കൊടുക്കുന്നുണ്ട്. അക്കോമഡേഷൻ അലോട്ട്മെന്റ് സെന്റർ, ഇപ്പം ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്ക് അക്കോമഡേഷൻ അലോട്ട്മെന്റ് ലെറ്റർ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാം. ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, പാസ്ബുക്ക്, അങ്ങനെ മിക്കവാറും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഓപ്ഷൻസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതാണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ ഡോക്യുമെന്റ് എടുത്ത് വെക്കുക. അതിനെ സ്കാൻ ചെയ്ത് നമുക്ക് ഒരു ഫോൾഡറാക്കി കീപ്പ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും അപ്ലോഡ് ചെയ്യാൻ. അത് ഫോൾഡറിലേക്ക് ഏതാ വേണ്ടത് അതവിടെ സെലക്ട് ചെയ്ത ഓപ്ഷൻ. അത് കഴിഞ്ഞപ്പോൾ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. അപ്ലോഡ് ചെയ്യുക. താഴെ ലോഡായി 100% ലോഡാവുന്ന അവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് രജിസ്റ്റേർഡ് സെയിൽ എഗ്രിമെന്റ് ആണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് അവിടെ ഫീൽഡിൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക്. ഇനി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിലേക്ക് പോകും. പ്രിവ്യൂ കാണാം. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ന്യൂ അഡ്രസ്സ് കാണിക്കും. അത് മലയാളം ഇംഗ്ലീഷാണ് 2 ഫീൽഡ് വരുന്നത്. പക്ഷേ ഇംഗ്ലീഷ് മാത്രമേ ഇപ്പോൾ എൻ്റെ വരുന്നുണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്, നമ്മൾ അപ്ലോഡ് ചെയ്ത സപ്പോർട്ടിംഗ് ഡോക്യുമെന്റും അവിടെ വിസിബിൾ ആയിരിക്കും. താഴെ 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്കത് വേണമെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എഡിറ്റ് ക്ലിക്ക് ചെയ്ത് അത് കൊടുക്കാം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ. അത് കഴിഞ്ഞ് വീണ്ടും നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിവ്യൂ കാണാം. പ്രിവ്യൂവിൽ നമ്മൾ എൻ്റർ ചെയ്ത കറക്റ്റ് ഡീറ്റെയിൽസ് ആണോ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ 2 ഓപ്ഷൻസ് ഉണ്ടാവും. സപ്പോർട്ടിംഗ് ന്യൂ അഡ്രസ്, 2 ഇംഗ്ലീഷും മലയാളം. അത് കഴിഞ്ഞാൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് കഴിഞ്ഞിട്ട് അലോ UIDAI ടു കറക്റ്റ് എനി ട്രാൻസ്ലേഷൻ റിലേറ്റഡ് ഇഷ്യൂസ്, അതെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പേയ്മെന്റിലേക്കാണ് പോകുന്നത്. നമ്മൾ കൺഫേം ചെയ്യുക നമ്മുടെ കണ്ടീഷൻസ് എല്ലാം നമ്മൾ ഓക്കെ ആണെന്നുള്ളതാണ്. അവിടെ റീഫണ്ട് പ്രോസസ്സ് എല്ലാം നമുക്കത് റീഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ എമൗണ്ട് റീഫണ്ട് ചെയ്യുന്നതല്ല, അതങ്ങനെയുള്ളൊരു ഓപ്ഷൻസ് ആണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കത് അക്സെപ്റ്റ് ചെയ്ത് നെക്സ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെന്റ് സെക്ഷനായി. അവിടെ നമുക്ക് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ബേസിക് ആയിട്ട് ഒരു ഡെബിറ്റ് കാർഡ് ഉണ്ടാവും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും. അത് ഓപ്ഷൻ ഞാൻ ഡെബിറ്റ് കാർഡ് ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. ഡെബിറ്റ് കാർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പേഴ്സ് കൊടുക്കാനുള്ളൊരു ഫീൽഡ് വരും. നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ OTP വരുമ്പോൾ അത് എൻ്റർ ചെയ്ത് കൊടുത്ത് സക്സസ്ഫുൾ പേയ്മെന്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇവിടെ കൊണ്ട് നമ്മുടെ ആ പേജ് അവിടെ സ്റ്റോപ്പ് ആവും. നമുക്ക് വീണ്ടും ആധാറിന്റെ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ആധാർ സ്റ്റാറ്റസ് പേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തതിൻ്റെയും നമ്മുടെ ആപ്ലിക്കേഷൻ്റെയും സ്റ്റാറ്റസ് വ്യൂ ചെയ്യാൻ പറ്റും. അതും കൂടെ ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാം. സ്റ്റാറ്റസ് എങ്ങനെയാണ് നമ്മൾ പരിശോധിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, നമ്മൾ ആദ്യം പോയ ആ പേജ് ഉണ്ടല്ലോ, ആ ലിങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അപ്ഡേറ്റ് യുവർ ആധാർ ഡേറ്റ ചെക്ക് അപ്ഡേറ്റ് സ്റ്റാറ്റസ് എന്നുണ്ട്. ആ ചെക്ക് അപ്ഡേറ്റ് സ്റ്റാറ്റസ് എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു എൻറോൾമെന്റ് ID കൊടുക്കാനുള്ള പേജ് ആയിരിക്കും വരുന്നത്. നമുക്ക് എൻറോൾമെന്റ് ID അല്ലല്ലോ, ആ ലോഗിൻ ID ഉള്ള കാരണം മുകളിൽ ആ സ്ക്വയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ലോഗിൻ നേരത്തെ ആദ്യം ഉണ്ടായിരുന്ന പേജ് വരും. അതിൽ ആധാർ ഡീറ്റെയിൽസ് കൊടുക്കാം, ക്യാപ്ച കൊടുക്കാം, OTPക്ക് വേണ്ടി
വെയിറ്റ് ചെയ്യാം. OTP ജനറേറ്റ് ആയി കഴിയുമ്പം OTP ചില ടൈമിൽ വരത്തില്ല, നമുക്ക് വീണ്ടും റീജനറേറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. റീജനറേറ്റ് ചെയ്യുക. അങ്ങനെയുള്ള അവസരങ്ങളിൽ വീണ്ടും ലോഗിൻ കൊടുക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് താഴെ ഒരു ഫീൽഡ് വരും. വാലിഡേഷൻ സ്റ്റേജ് എന്നായിരിക്കും ആദ്യം കാണിക്കുന്നത്. അതൊരു 4 ദിവസമാണ് കറക്റ്റായിട്ട് എടുത്തിട്ടുള്ളത് എനിക്ക്. ആ 4 ദിവസം കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വാലിഡേഷൻ കംപ്ലീറ്റ് ആയി അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. നമ്മുടെ കറണ്ട് നമുക്കതിൽ തന്നെ ജനറേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. താഴെ ഫീൽഡിൽ വാലിഡേഷൻ സ്റ്റേജ്. ഇവിടെ നമുക്ക് അക്നോളജ്മെന്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി വരും. നമുക്കത് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ്, അഡ്രസ് ചേഞ്ച് എല്ലാം അതിൽ തന്നെ വിസിബിൾ ആയിരിക്കും. അത് നമ്മൾ ഉടനെ തന്നെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ലിങ്ക് അവൈലബിൾ ആയിരിക്കത്തില്ല. ഒരു ഫ്യൂ മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം ചെയ്തത് നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യില്ലാത്തവർ ആണെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.